142 crore plus ബോക്സ് ഓഫീസ് ലഭിച്ച ഒരു ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ്, വിച്ച് ഈസ് അൺബിലീവബിൾ. ആൻഡ് ഈ ഒരു അവസരത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഓർക്കേണ്ടതും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യേണ്ടതും ഈ കഥയുടെ കാരണമാണ്. ദ പേർപ്പസ്, ദ റീസൺ ദിസ് ഫിലിം വാസ് മെയ്ഡ്, ആൻഡ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആർ ദി ഒറിജിനൽ മഞ്ഞുമൽ ബോയ്സ്. സോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു നമ്മളുടെ ഈ സിനിമ ഉണ്ടാവാൻ കാരണമായ OG മഞ്ഞുമൽ ബോയ്സിനെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം. Can we give them a loud round of applause, please? Siju David, Subhash Chandran, Siju John, Sixen John, Abhilash John, Jinsen, Sudhish, Anil Joseph, Sujit, Sumesh and Prasad. Ladies and gentlemen, give it up for the OG Manyumal Boys. Ladies and gentlemen, the original Manyumal Boys. ആദ്യം തന്നെ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ലൈക്ക് ഐ സെഡ്, മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ ചിത്രം നിങ്ങളുടെ ജീവിതമായിരുന്നു അല്ലെ. സോ ഡെഫിനറ്റ്ലി ഒരു വർഷത്തിന് ശേഷം മാത്രമല്ല ഈ സിനിമ വരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ഫീലിങ്ങും ഇത്രയും വർഷം മുമ്പ് കടന്നുപോയ കാര്യങ്ങളും ഒക്കെ ഇപ്പം മലയാളികൾ മാത്രമല്ല അല്ലെ, ലോകത്തുള്ള ഈ സിനിമ കണ്ട എല്ലാവരും ഞങ്ങളുടെ സ്വന്തമായി മാറിയിരിക്കുകയാണ്. നിങ്ങൾ യുവർ സ്റ്റോറി ഓഫ് ഇൻസ്പിറേഷൻ, ഓഫ് ഫ്രണ്ട്ഷിപ്പ്, and we are so thankful that നിങ്ങളുടെ കൂട്ടുകെട്ട് അത് കാണിച്ചു തന്ന ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയ പ്യോർ ആയിട്ടുള്ള ഒരു ബോണ്ട് ഉണ്ട്. അതിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും വളരെയധികം ഇൻസ്പയർഡ് ആണ്. താങ്ക് യു ഫോർ ബീങ് ദ ഇൻസ്പിറേഷൻ ഫോർ മഞ്ഞുമൽ ബോയ്സ്. സിജു, കൺഗ്രാറ്റുലേഷൻസ് ഫോർ the whole team. Give them a loud round of applause. എല്ലാവർക്കും താങ്ക്സ്. കാരണം ഒരു 19 വർഷം മുമ്പ് സംഭവമാണ്. ഒരുപാട് പേര് ഇത് സിനിമയാക്കാൻ ശ്രമിച്ചായിരുന്നു, പക്ഷെ ആർക്കും സാധിച്ചില്ല. പക്ഷെ കറക്റ്റ് ടൈമിൽ ചിതുവിന്റെ ഇതിൽ പടം ഇതായി, സക്സസ് ആയി പടം. സാറിന് ഒരു ഇതിൽ കടന്നു ഞങ്ങളിപ്പോ എല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യക്തികളായി മാറി. അപ്പോ എല്ലാവർക്കും താങ്ക്സ്. സുഭാഷ്, എല്ലാവർക്കും നന്ദിയുണ്ട്. ഞാൻ ഈ ഷൂട്ടിംഗ് സെറ്റിലൊന്നും ഞാൻ അധികം പോയിട്ടില്ല. പക്ഷേ ഈ സിനിമയുടെ സെറ്റിൽ പോയപ്പോ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം പറയാം. ഈ സിനിമയിൽ അഭിനയിച്ച ആൾക്കാരും പ്രവർത്തിച്ച ആൾക്കാരും കാശിന് വേണ്ടി പ്രവർത്തിക്കുന്ന പോലെയല്ല. ഇത് അവരുടെ ഒരു സിനിമയാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്ന എല്ലാവരും പ്രവർത്തിച്ചത്. ഈ സിനിമയിൽ തന്നെ, ഈ പോസ്റ്ററിൽ തന്നെ നോക്കി, ഇവര് അഭിനയിച്ചേക്കണല്ല, സത്യത്തിൽ ഇവര് ജീവിച്ചേക്കണത്. അതുപോലെ തന്നെയാണ് എല്ലാവരും അവിടെ മലയാള സിനിമ മറ്റുള്ള സിനിമകളിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതുപോലത്തുള്ള ഒരു സൗഹൃദ വലയങ്ങളിൽ നല്ല സിനിമകൾ ഉണ്ടാവട്ടെ. നന്ദി. അതെ, ഇതിൽ സക്സസ് അത് തന്നെയാണ്. സുഹൃത്തുക്കളുടെ ഒരു റിയൽ ലൈഫ് സ്റ്റോറി, റിയൽ ലൈഫ് സുഹൃത്തുക്കൾ സിനിമയാക്കി. And that makes it really special. So loud round of applause for you and all of you. Thanks the whole team. Thank you so much. There ആർക്കെങ്കിലും സംസാരിക്കണമെങ്കിൽ please feel free. Sixen, anyone? കുറെ പേര്. സിജു. ഹലോ, നമസ്കാരം. Yes. ഈ സിനിമയുടെ മെയിൻ ഒരാള് നമ്മുടെ വന്നിട്ടുണ്ട് ഇവിടെ, റോണിഷ് എന്ന് പറയും. റോണിഷിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഷോൺ ബേബി. അവർ കണ്ടിരിക്കും. മെയിൻ ആയിട്ട് ഒരു താങ്ക്സ്. പിന്നെ ചിതു, ഞാൻ അന്ന് പ്രസ് മീറ്റിൽ പറഞ്ഞായിരുന്നു, ചിതു നമ്പർ 1 ഡയറക്ടർ ആവും. പിന്നെ എന്റെ ചെക്കൻ വന്നിട്ടില്ല, ബാലു. മൈ ഡിയർ ബാലു. ബാലു വന്നിട്ടില്ല അല്ലേ? വരും ബാലുവിനെ നമ്മൾ എത്തിക്കും. ഓൾ ബോയ്സ് എല്ലാവർക്കും നന്ദി. ആ ഒറ്റ വെളിയിലാണ് കേട്ടത്. സുഭാഷ്, എല്ലാവർക്കും നമസ്കാരം. നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ഈ ഒരു സിനിമയുടെ സക്സസ് അത് ഞങ്ങള് കഷ്ടപ്പെടുത്തേക്കാൾ കൂടുതൽ കഷ്ടപ്പെട്ട ആൾക്കാരാണ് ഇരിക്കുന്നത്. ഞങ്ങൾ ആകെ ഒരു 3 മണിക്കൂറാണ് അവിടെ കിടന്ന് കഷ്ടപ്പെട്ടത്. പക്ഷെ ഇവര് ഏകദേശം ഒരു 100 ദിവസത്തോളം, 103 ദിവസം നല്ലോണം കഷ്ടപ്പെട്ട്. അപ്പൊ അതിന്റെ ഒരു ഇതാണ് ഞങ്ങളും ഇപ്പൊ എൻജോയ് ചെയ്യുന്നത്. സോ താങ്ക് യു ദി ഹോൾ ടീം. നമസ്കാരം. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ സിനിമയുടെ ആഘോഷവേളയിലാണ് നമ്മളെല്ലാവരും. ഈ സിനിമയുടെ വിജയത്തിൽ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഇത് ബാബു ഷാഹിറിൻ്റെ സിനിമയാണ് എന്നുള്ളതാണ്. കാരണം ബാബുവും ഞാനും 40-ലേറെ വർഷങ്ങൾക്ക് മുമ്പ് ഫാസിലിൻ്റെ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ജോലി ചെയ്ത ആൾക്കാരാണ്.
ബാബു പിന്നെ പ്രൊഡക്ഷനിലേക്കും പ്രൊഡക്ഷൻ കൺട്രോളായിട്ടൊക്കെ വർക്ക് ചെയ്ത് വീണ്ടും പ്രൊഡ്യൂസറായി എത്തിയിരിക്കുന്നു. ഈ ഒരു വലിയ വിജയം അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ സ്പെഷ്യലാണ്. മറ്റൊരു വളരെ പേഴ്സണലായിട്ടുള്ള ഒരു സന്തോഷം, ഈ സിനിമ ഗുണയെ നമ്മുടെ ഓർമ്മകളിലേക്ക് തിരിച്ചു കൊണ്ടുവന്നുള്ളതാണ്. ഗുണ സംവിധാനം ചെയ്യാനുള്ള അവസരം എന്നിലാണ് ആദ്യമേ എത്തിയത്, പക്ഷെ അത് സംഭവിക്കാതെ പോയി. അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളുടെ അവസാന ഘട്ടം വരെ ഞാൻ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അക്കാലത്ത് എൻ്റെ മറ്റ് കമ്മിറ്റ്മെൻറ്റ്സിൻ്റെ ഇടയിൽ ഈ സിനിമ ചെയ്യാൻ കഴിയാതെ പോയി. അതൊരു വലിയ നഷ്ടമായിട്ട് ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. വീണ്ടും ഏതാണ്ട് 30 വർഷങ്ങൾക്ക് ശേഷം ഗുണ അങ്ങനെ ഒരു ഒരു ചർച്ചകളിലേക്ക് വന്ന് പുതിയ തലമുറ അത് വീണ്ടും കാണാൻ ആഗ്രഹിച്ചതിന് കാരണമായ ഈ സിനിമയുടെ വിജയവും എനിക്ക് വളരെ സ്പെഷ്യലാണ്. ഈ ടീമിനെ മൊത്തം ചിദംബരവും സൗബിനും ഷൈജുവും ഉൾപ്പെടെയുള്ള എൻ്റെ ടീമിനും ഇതിലെ അഭിനയിച്ച ഓരോ വ്യക്തികൾക്കും എന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. നന്ദി. താങ്ക് യു സോ മച്ച്. അതെനിക്കൊരു പ്ലസന്റ് സർപ്രൈസ് ആയിരുന്നു. ഐ ഡിഡ് നോ അബൌട്ട് ഇറ്റ്. ഗുണ കെയിം ടു യു, ബട്ട് ഹേ, കറങ്ങി തിരിഞ്ഞ സാറിനും ഗുണയായിട്ട് എന്തോ കണക്ഷൻ ഉള്ള പോലെയാണല്ലേ ഓൾ ദ ടൈം. വേണുകൃഷ്ണൻ സാർ, താങ്ക് യു ഫോർ ജോയിനിങ് us. ആൻഡ് എന്താണ് ഈ അവസരത്തിൽ മഞ്ഞുമൽ ബോയ്സ് ആൻഡ് കുറച്ച് ഗേൾസിന് എടുത്ത് പറയാനുള്ളത്? നമസ്കാരം. മലയാള സിനിമയെ ഇന്ത്യൻ സിനിമയുടെ ഭൂപടത്തിന്റെ ഏറ്റവും മുകളിൽ പ്രതിഷ്ഠിച്ച സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. മലയാള സിനിമ മഞ്ഞുമൽ ബോയ്സിന് പുറകിൽ പ്രവർത്തിച്ച, മുമ്പിൽ പ്രവർത്തിച്ച എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു. കാരണം മഞ്ഞുമൽ ബോയ്സ് ആണ് ഇന്ന് മലയാള സിനിമയുടെ ഒരു ബെഞ്ച് മാർക്ക്. പിന്നെ ഏറ്റവും സന്തോഷകരമായ കാര്യം, ഞാൻ ഇവിടെ നോക്കിയപ്പോൾ രാകേഷുണ്ട്, അനിലുണ്ട്, തിയേറ്റർ ഉടമകളുണ്ട്, ആക്ടേഴ്സ് ഉണ്ട്, സാങ്കേതിക പ്രവർത്തകരുണ്ട്. അപ്പൊ ഇന്നത്തെ ഒരു മലയാള സിനിമയുടെ കാലാവസ്ഥയിൽ നമുക്ക് നമ്മളുടെ ഇടയിലെ ഹാർമണി വീണ്ടെടുക്കാനുള്ള ഒരു അവസരമായിട്ട് കൂടി ഞാൻ ഈ വിജയാഘോഷത്തെ കാണുന്നു. ഇതുപോലുള്ള വലിയ വിജയങ്ങൾ മലയാള സിനിമയ്ക്ക് ഉണ്ടാകട്ടെ. ഇതിന് മുമ്പിലും പുറകിലും പ്രവർത്തിച്ചവരെല്ലാം ഏറെ പ്രിയപ്പെട്ടവരാണ്. എനിക്ക് ഏറെ പ്രിയപ്പെട്ട ആളാണ് സൗബിനും സൗബിൻ്റെ പിതാവുമാണ് ഈ സിനിമയുടെ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത്. ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത് മലയാള സിനിമയിലെ ഏറ്റവും പ്രതിഭാധനരായ ഡയറക്ടർമാർ, എണ്ണം പറഞ്ഞ 2-3 പേർ, പുതിയ ആളുകളെ പറ്റി പറയാൻ പറഞ്ഞാൽ അതിലെ ആദ്യ പേരുകാരിൽ ഒരാളാണ് ചിദംബരം. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സംവിധായകനാണ് ചിദംബരം. ഏറ്റവും പ്രിയപ്പെട്ട ഛായാഗ്രഹകനാണ് ഷൈജു ഖാലി. അതുപോലെ അജയൻ ചാലിശ്ശേരി, വിവേക് ഹർഷ്, സുഷിൻ, ഇങ്ങനെ പ്രതിഭകൾ എല്ലാം ഒന്നു ചേർന്നപ്പോൾ മലയാള സിനിമയ്ക്ക് ഇന്ത്യൻ സിനിമയുടെ, ലോക സിനിമയുടെ മുമ്പിൽ നിവർന്നു നിൽക്കാനുള്ള ഒരു സിനിമയാണ് നമുക്ക് കിട്ടിയത്. നിങ്ങൾ ഇനിയും നിങ്ങളുടെ വിജയം ആവർത്തിച്ച് ഇതുപോലുള്ള വിജയാഘോഷങ്ങളിലേക്ക് ഞങ്ങൾക്ക് ഇനിയും വരാനും നിങ്ങളെ കാണാനും ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി ആ സന്തോഷം ഒന്ന് ഞങ്ങൾ കാണട്ടെ. ഒരു ഹാപ്പി ആയിട്ട് give them a loud round of applause, ladies and gentlemen, the OG Manjumal Boys at the 1-year success celebration of Manjumal Boys the movie. മലയാളത്തിലെ ഏറ്റവും ഹയസ്റ്റ് ഗ്രോസിംഗ് ഫിലിമാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ആസ് എ പ്രൊഡ്യൂസർ വാട്ട് ഡു യു ഫീൽ അബൌട്ട് മഞ്ഞുമൽ ബോയ്സ്? എല്ലാ ഇന്റർവ്യൂവിലും പറയാറുണ്ട്, മലയാള സിനിമയിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവന്ന സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. കാര്യം ഇതുപോലെ സിനിമകൾ നടക്കുമെന്ന് മലയാളത്തെ പഠിപ്പിച്ച സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ റിയൽ ലൈഫ് ക്യാരക്ടേഴ്സിനെ ആരാണ് എന്ന് മനസ്സിലാക്കി കറക്റ്റ് ആയിട്ട് കാസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായ കാര്യമാണ്. പക്ഷെ ഏറ്റവും കോമഡി, കാസ്റ്റിംഗ് ഡയറക്ടറിനെ കാസ്റ്റ് ചെയ്യുന്നത് ആരാ? ഞാനല്ല, സൗബിന. വെൽ ഡൺ, താങ്ക് യു സോ മച്ച്. இந்த படத்தில் ஒரு சின்ன தேங்க்ஸ் சொல்லியிருந்தோம். இந்த படம் வந்து தமிழ் எல்லாருக்கும் தெரியும், கொஞ்சம் எனக்கு மலையாளம் அவ்வளோ வராது. இந்த படம் பல பேரோட கரியரை மாற்றிருக்கு. பட் ஃபர்ஸ்ட் வந்து இந்த ஒரிஜினல் மஞ்சுமேல் பாய்ஸோட கரியரை மாற்றிருக்கு. அதுக்கப்புறம் இந்த படம் இண்டஸ்ட்ரியா பார்த்தீங்கன்னா மலையாள இண்டஸ்ட்ரியை இன்னைக்கு வேர்ல்ட் ஆஃப் ஃபிலிமாக கொண்டு போயிருக்கு. அப்புறம் எங்களை மாதிரி வளர்ற கலைஞர்களை இந்த படம் அடுத்த கட்டத்திற்கு மலையாள சினிமா எங்களை மாதிரி தமிழ் ஆர்டிஸ்டையும் கொண்டு போயிருக்கு. தேங்க்யூ எங்களுடைய ப்ரொடியூசருக்கும், எங்களுடைய இயக்குனர் சிதம்பரம் சாருக்கும், மற்றும் எங்களோட பணியாற்றிய கேமராமேன், ஆர்ட் டைரக்டர் மற்றும் மேனேஜ்மெண்ட், அசிஸ்டன்ட் டைரக்டர்ஸ். இதுக்கு மேலே என்னை இந்த இடத்துக்கு கொண்டு வர காரணமாக இருந்த என் நண்பன் ராம்சி மற்றும் என்னுடைய குருவினுடைய தம்பி, எங்களுடைய காஸ்டிங் டைரக்டர் கணபதி,
மற்றும் எங்களோட இந்த மஞ்சுவேல் பாய்ஸ்ல அந்த 11 பேரும் எங்களோட அண்ணன் தம்பியா பழகினது மற்றும் ப்ரொடக்ஷன்ல இருந்து எல்லாருக்கும் ரொம்ப ரொம்ப நன்றி. தேங்க்யூ தேங்க்யூ தேங்க்யூ. Thank you, sir. Can we have a loud round of applause for Vijay Muthu, ladies and gentlemen? Nalla kaiyadi, loud round of applause. Thank you so much, sir. Thank you, Sauban. Thank you, Chidambaram, for coming on stage. Shankar. Thank you, Shankar. Thank you for being a part of this film. Ee cinema bhagamaya ellarkum we want to say thank you. There are so many people. Pallavan sir. There. Ipo nammal actors nadu award koduttondirikkunnathu. We have Pallavan on stage. I'd like to welcome Arun. Just Arun. Just Arun. And Arun ode unda. Arun? No. Clinton. Is Clinton here? Clinton? Ananda Gopi. Vanakkam sir. Thank you so much. Ungalde contribution. ഓക്കെ, ഇവരുടെ ഒരു ചെറിയ കസ്റ്റമായിട്ട് കുറച്ച് പേർക്ക് അദ്ദേഹത്തിന് ഒരു പൊന്നാട അണിയിക്കുന്നുണ്ട്. അനന്ത ഗോപി വുഡ് ലൈക്ക് ടു വെൽക്കം ഡയറക്ടർ ചിദംബരം, Saubi, producer, casting director Ganapati, and cinematographer Shaiju Khalid. Shaiju, ഇവരുടെ ട്രഡീഷണൽ രീതിയിലുള്ള പൊന്നാട അണിയിച്ച് അദ്ദേഹത്തിന് ആദരിക്കാൻ ചെയ്തു. വിൽ സ്റ്റാർട്ട് വിത്ത് ദ ഡയറക്ടർ ചിദംബരം സർ. നല്ലൊരു കൈയടി കൊടുക്കാം. അദ്ദേഹത്തിന്റെ സ്നേഹവും ആദരവുമാണ്, തമിഴ്നാട്ടിലെ സ്നേഹവും ആദരവുമാണ്. ഐ തിങ്ക് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ തമിഴ്നാട്ടിലും ഇതേപോലെ തന്നെ സ്വീകാര്യപ്പെട്ടു. പ്രൊഡ്യൂസർ സൗബിൻ ഷാഹിർ. ശ്രീരാഗെ വിടല്ലേ, പൊന്നാട കൊടുത്തിട്ട് വിടൂ. നല്ലൊരു കൈയടി കൊടുക്കാം. ഐ തിങ്ക് ഇതിലെല്ലാ ആക്ടേഴ്സിനും ഒക്കെ ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. പറവ ഫിലിംസിന്റെ പ്രൊഡ്യൂസറായ സൗബിൻ along with Babu Shahir and Sean Anthony, he's also one of the lead actors. Manjumal Boys ഒരു character. Of course, Shaiju Khalid, the best cinematographer ever, bringing Manjumal Boys lives to life. And നമ്മുടെ casting director എല്ലാരും കാസ്റ്റ് ചെയ്തു except himself and did a spectacular job. Thank you. Nalladu kaidiyaavam for this wonderful team and more who've come together. Thank you, Anna. And ungalde award you want to take this up. எல்லாருக்கும் வணக்கம். ஆக்சுவலி இந்த ப்ராஜெக்ட் பார்த்தீங்கன்னா விஜய் முத்து சொன்னப்ப நிறைய பேரோட கேரியர் வந்து மாற்றிருக்கு. இதில் டைரக்டர் சாருக்கு வந்து ரொம்ப தேங்க்ஸ் பண்ணோம். அவர் வந்து ஒரு புது டைரக்டர் பண்ணும்போது 100 படிகள் சொல்லுவோம் தமிழில். அதில் வந்து ஃபர்ஸ்ட் படி ஜாயின் பண்ண வந்து அச்சீவ் பண்ணார். அதுக்கடுத்து பார்த்தீங்கன்னா ஒரு 5 படி 10 படி போயிட்டு மேலே போனோம். பட் அவர் அடுத்த ஷார்ட்டே வந்து 100 போயிட்டாரு. ஸோ இதுக்கு அடுத்து வந்து அவர்கிட்ட இன்னும் நிறைய நாங்கள் எக்ஸ்பெக்ட் பண்ணுற அளவுக்கு ஒரு பெரிய ஒரு இது கொடுத்துட்டாரு. ரொம்ப தேங்க்ஸ் சார். சர்வீஸ் சார், தேங்க்யூ. எல்லாருக்கும் ரொம்ப நன்றி சார். താങ്ക് യു സാമ്പലി ട്രോഫി. നല്ലൊരു കൈയടിക്കാം അദ്ദേഹത്തിന് വേണ്ടി. I think വേടന്റെ പാട്ട് കേൾക്കാത്ത ആരുമില്ല. പക്ഷെ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ ഒരു സിനിമ, അതും ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ കേരളത്തിലെ തന്നെ ഹൈസ്റ്റ് ഗ്രോസിംഗ് മലയാളം ഫിലിം, ഇത്രയും വലിയൊരു സിനിമയിൽ ഇത്രയും പോപ്പുലർ ആയ ഒരു പാട്ട് വേടന്റെ സ്വന്തമാണ്. ഇപ്പൊ എവിടെ പോയാലും ഇതാണോ പുറകെ ഇങ്ങനെ കൂടിയിരിക്കുന്നത്, അതോ ആ ഒരു വർഷം കഴിഞ്ഞത് അത് കുറഞ്ഞോ? കുറച്ച് ഒരു കുറവില്ല, എവിടെ പോയാലും കുതന്ത്രമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സ്പെഷ്യൽ താങ്ക്സ് ടു ചിദംബരം ചേട്ടൻ ആൻഡ് മഞ്ഞുമൽ ബോയ്സ് ഗ്രൂപ്പ്. എല്ലാവർക്കും ഒരുപാട് നന്ദി എന്നെ വിശ്വസിച്ച് പാട്ടെന്റെ കയ്യിൽ ഏൽപ്പിച്ചതിന്. പിന്നെ സുഷിൻ ചേട്ടൻ വന്നിട്ടില്ല. എല്ലാവർക്കും ഒരുപാട് നന്ദി. പിന്നെ മഞ്ഞുമൽ ബോയ്സ് കാരണം ജീവിതം മാറിയ ഒരാളിലുള്ള ആള് തന്നെയാണ് ഞാനും. എനിക്കും എന്റെ ഗ്രാഫ് ഒരുപാട് മേളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഈ ട്രാക്ക് എന്നെ സഹായിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ചിദംബരം ചേട്ടൻ. താങ്ക് യു സോ മച്ച്. ഐ തിങ്ക് ഒരു മലയാളി എന്ന നിലയ്ക്ക് നമ്മൾ കണ്ട് കോരിത്തരിപ്പിച്ച ഒരു സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. കുറെ ഫ്രണ്ട്സ് ആണ് ഇതിന്റെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ചിരിക്കുന്നത്. സോ 1 year ഹയസ്റ്റ് ഗ്രോസിംഗ് മലയാളം ഫിലിം എന്താണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈ ടീമിനോട് പറയാൻ തോന്നുന്നത്?
എല്ലാവർക്കും നമസ്കാരം. മഞ്ഞുമൽ ബോയ്സ് ഇസ് മൈ ഫേവറേറ്റ് ഫിലിം. വൺ ഓഫ് മൈ എന്ന് പോലും പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് മൈ ഫേവറേറ്റ് ഫിലിം. ഇറ്റ് ഈസ് എ ഫിലിം ഐ ഗോ ബാക്ക് ടു. എനിക്ക് ഭയങ്കര ഒരു തെറാപ്പിയാണ് ഈ സിനിമ കാണുന്നത്. അതുകൊണ്ട് ഐ എം വെരി ഹാപ്പി ടു ബി ഹിയർ ടുഡേ. കൺഗ്രാറ്റുലേഷൻസ് ടു ദ എൻറ്റയർ ടീം. ഇറ്റ് ഈസ് വെരി പേഴ്സണൽ. ഭയങ്കര സന്തോഷം. പേഴ്സണൽ വിന്നാണ്. അങ്ങനെ ഒരു ഫീൽ ഉള്ള ഒരു ടീമാണ്. ദ വെരി ഗുഡ് ഫ്രണ്ട്സ് ആൻഡ് ഇറ്റ് ഫീൽസ് വെരി പേഴ്സണൽ ആൻഡ് ഐ എം വെരി ഹാപ്പി ഫോർ ദം ആൻഡ് ഐ എം വെയിറ്റിംഗ് ഫോർ മോർ ഫ്രം ദ എൻറ്റയർ ടീം. സോ യാ, കൂടുതൽ പറഞ്ഞ ഫോമിലായി പോകും. Good to see you after a long time, Kamal sir. Nalla guide kodukkan Kamal sir. Let's welcome him with all the love we actually feel for him for so many years. And ipo oru velliyoru cinema, oru ബ്ലോക്ക് ബാസ്റ്റർ ചിത്രം, മലയാളത്തിനൊരു അഭിമാനം, അതിൻ്റെ ഒരു മുഖചിത്രം മാറ്റിയൊരു ഒരു സിനിമ, അതിൻ്റെ 1 year സെലിബ്രേഷനിലിരിക്കുമ്പം എന്താണ് കമൽ സർ എന്ന സംവിധായകരും കമൽ സർ എന്ന ഇവർക്കൊക്കെയുള്ള ഒരു ഗുരുവാണെന്ന് എനിക്കറിയാൻ തോന്നുന്നത്. സർ, ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യമേ തന്നെ ഇതിൻ്റെ കൂടെയുള്ള മഞ്ഞുമൽ ബോയ്സിൻ്റെ എല്ലാ ടീമിനും എൻ്റെ എല്ലാ കൺഗ്രാജുലേഷൻസ്. എനിക്ക് സത്യത്തിലും വളരെ വൈകാരികമായിട്ട് ബന്ധമുള്ള ഒരു ടീമാണ്. ആദ്യം തന്നെ പറയേണ്ടത് ബാബു ഷായർ. ബാബു എങ്ങനെയാണ് പറയേണ്ടത് എനിക്കറിയില്ല. ബാബുവിൻ്റെ വൈഫുണ്ട് സൗദ. ഞങ്ങൾ കുടുംബക്കാരെന്നുള്ള രീതിയിലുള്ള ബന്ധമാണ് അന്ന് തുടങ്ങിയതാണ്. പിന്നെ സിനിമയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയ കാലം മുതൽ ബാബു ഞാൻ ഒരുമിച്ചുണ്ട്. ഫാസിലിൻ്റെ കൂടെ പല രീതിയിൽ. കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻതാടികൾ എന്ന് പറയുന്ന പടം ഫാസിൽ തിരക്കഥ എഴുതി നിർമ്മിച്ച സിനിമയാണ്. ആ സിനിമ ചെയ്യുമ്പോൾ ബാബു ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. ആ ദിവസങ്ങൾ എനിക്ക് മറക്കാൻ കഴിയില്ല. കാരണം ബാബു ഫാസിലിനെ സംബന്ധിച്ചോളം അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. ഫാസിലിൻ്റെ ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു. പിന്നീട് നമുക്കറിയാം ആ ജേണി എവിടെ വരെ എത്തിയത്. എന്തായാലും ബാബു, അതുപോലെ തന്നെ സൗബിൻ. ബാബു ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തു, അത് ഡയറക്ട് ചെയ്തത് ഞാനാണ്. അതറിയാലോ, പച്ചക്കുതിര ദിലീപ് അഭിനയിച്ച സിനിമ. അതിൽ സൗബിൻ എൻ്റെ കൂടെ അതിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ബന്ധമുണ്ട്. ഓഫ് കോഴ്സ് ചിദംബരം, ഗണപതി, അവരെ എനിക്ക് സത്യത്തിൽ നേരത്തെ പരിചയമില്ല. പക്ഷെ അവരുടെ ഫാദറിനെ എനിക്കറിയാം. അങ്ങനെ ഒരുപാട് ബന്ധമുണ്ട്. ഈ സിനിമ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച പോലെ തന്നെ ഒരു മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ പോരാ. നേരത്തെ ബിയൂട്ടി സൂചിപ്പിച്ച പോലെ ഒരു ബെഞ്ച് മാർക്ക് തന്നെയാണ്. മലയാള സിനിമ മഞ്ഞുമൽ ബോയ്സിന് മുമ്പും പിമ്പും എന്നുള്ള രീതിയിലാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്, ലോകം മുഴുവൻ അംഗീകരിക്കുന്നത്. നമുക്കറിയാം മലയാളത്തിൽ ഇതിനു മുമ്പും വലിയ ഹിറ്റുകൾ ഉണ്ടായിട്ട് വലിയ റെക്കഗ്നേഷൻ കിട്ടിയിട്ടുള്ള സിനിമകൾ ഉണ്ടായിരുന്നു. പക്ഷേ മഞ്ഞുമൽ ബോയ്സിന് ശേഷമാണ് മലയാള സിനിമയെ ലോകം ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അത് സത്യത്തിലൊരു വലിയ സന്തോഷമാണ്. ഈ ടീമിന്റെ ഏറ്റവും വലിയ ഒരു സക്സസ് എന്ന് പറയുന്നത് അതാണ്. സക്സസ് മാത്രമല്ല, ഈ ടീം നമുക്ക് മലയാള സിനിമക്ക് നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അതാണ്. അത് മലയാള സിനിമയെ ലോകത്തിന്റെ നിറയിൽ എത്തിച്ചു എന്നുള്ളതാണ്. ഇന്ന് മലയാള സിനിമയ്ക്ക് വേണ്ടിയിട്ട് ലോകത്തിലുള്ള എല്ലാ പ്രേക്ഷകരും വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം മഞ്ഞുമൽ ബോയ്സ് തന്നെയാണ്. ഇതിന്റെ എഫേർട്ട് എന്ന് പറയുന്നത് വലിയൊരു ഇതാണ്, അത്ഭുതമാണ് സത്യത്തിൽ ആ സിനിമ. ഈ വാർത്ത, അതായത് മഞ്ഞുമൽ ബോയ്സ് ഇങ്ങനെ ഈ ഒറിജിനൽ ആയിട്ടുള്ള ആൾക്കാർ ഇതേപോലെ ഈ ഗുണ കേവിൽ പോയിട്ട് അപകടം പറ്റിയ കാര്യവും രക്ഷപ്പെട്ട കാര്യമൊക്കെ അന്ന് പത്രത്തിൽ വായിച്ചിട്ട് നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര്, ഞാൻ ഗുണ കേവിൽ കാണാനൊക്കെ പോയിട്ടുള്ള ആളാണ്, കൊടൈക്കനാലിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ അതിന്റെ അടുത്തേക്കൊന്നും എത്താൻ ഞങ്ങൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല, നമ്മളൊന്ന് അലോ ചെയ്തില്ലായിരുന്നു. പക്ഷെ അവിടെ പോയി രക്ഷപ്പെട്ട ആൾക്കാരെ തിരിച്ചറിഞ്ഞിട്ട് അങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കാനായിട്ട് ഇവർ കാണിച്ച അത് ഒരു സർവൈവൽ മൂവി എന്നുള്ള രീതിയിൽ മലയാളത്തിൽ വന്നിട്ടുള്ള ഒരു ഏറ്റവും മികച്ച സിനിമ തന്നെയാണ്. അതിന് പുറകിൽ ഇവരുടെ എഫേർട്ട് എല്ലാവരെയും, എസ്പെഷ്യലി ചിദംബരം, അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ തന്നെ ജാനമൻ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സക്സസ്. ഇനിയും വലിയ മലയാളത്തിലെ മികച്ച സിനിമകൾ ഉണ്ടാക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിയട്ടെ. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും. അതുപോലെ തന്നെ അദ്ദേഹം തന്നെ തിരക്കഥ, മനോഹരമായ തിരക്കഥയാണ്. എനിക്കത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ മേക്കിങ്ങിനോടൊപ്പം തന്നെ ഒരു നല്ല തിരക്കഥയില്ലാതെ ഇതുപോലെ സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ തിരക്കഥയ്ക്കും വലിയ സന്തോഷം. അതുപോലെ സിനിമാറ്റോഗ്രാഫർ ഷൈജു കാലിത്ത്, അദ്ദേഹം നമുക്കറിയാം വണ്ടർഫുൾ സിനിമകൾ നമുക്ക് സംഭാവന ചെയ്തിട്ടുള്ള സിനിമാറ്റോഗ്രാഫറാണ്, ഡയറക്ടറാണ്. അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. അതുപോലെ അതിൻ്റെ എല്ലാ ടീമും, ഇപ്പോൾ പ്രൊഡക്ഷൻ ഡിസൈനർ, മ്യൂസിക് ഡയറക്ടർ സുഷിൻ, ഓഫ് കോഴ്സ്, കാരണം ആ സിനിമയുടെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് മ്യൂസിക്കാണ്. അതുപോലെ തന്നെ ആർട്ട് ഡയറക്ഷൻ, എല്ലാ ക്രൂ മെമ്പേഴ്സിനെയും ഞാൻ ഇതിൽ അഭിനന്ദിക്കണം. ഒപ്പം ഇതിൽ അഭിനയിച്ചിട്ടുള്ള ആൾക്കാർ, സൗബിൻ, ഓഫ് കോഴ്സ്, സൗബിൻ ചെയ്തിട്ടുള്ള ക്യാരക്ടർ നമുക്കറിയാം.
വളരെ റിസ്ക് എടുത്ത് അതിമനോഹരമായിട്ട് സൗബി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രീനാഥ് ബാസി, ആ കുട്ടേട്ട എന്ന് പറയുന്ന ആദ്യത്തെ ആ ട്രെയിലറിൽ വന്നിട്ടുള്ള ആ ഒരു കരച്ചിൽ തന്നെ നമുക്ക് ആ സിനിമയിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. ശ്രീനാഥ് ബാസി അതുപോലെ ടീം ഒറിജിനൽ മഞ്ഞുമൽ ബോയ്സിനെ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ള ഫുൾ ടീം, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയ വലിയ സന്തോഷമുണ്ട്. ഞാൻ നേരത്തെ വന്നു, പക്ഷെ അതിലെനിക്ക് യാതൊരു വിഷമവുമില്ല. കാരണം ഈ ടീമിന്റെ ഭാഗമാണ് ഞാൻ മനസ്സുകൊണ്ട്. അതുകൊണ്ട് എനിക്കിവിടെ നിൽക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. താങ്ക് യു ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. ബാബു ഷാഹി, ഹാറ്റ്സ് ഓഫ്. വളരെ ട്രിക്കി ആയിട്ടുള്ള കാസ്റ്റിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞൊരു കാരണം. അപ്പൊ ചന്തു എന്ത് പറഞ്ഞില്ലേലും മറ്റേ മെയിൻ സാധനം പറയേണ്ടി വരും അല്ലെ, ഒന്നുകൂടെ പറയിച്ചിട്ട് വേണമെങ്കിൽ നിർത്താം. പക്ഷെ അത് മാത്രമല്ല, 2 വാക്ക് പറഞ്ഞോ കുഴപ്പമില്ല. ഇന്ന് അത് മാത്രം പറഞ്ഞാൽ മതി. പറയണ്ടേ? ലാസ്റ്റ് ടൈം 1 year സെലിബ്രേഷൻ. സംസാരിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല. ഇല്ല, എഴുതിക്കൊണ്ട് വന്നിട്ടില്ല ഞാൻ. ഇല്ല സത്യം എഴുതിക്കൊണ്ട് വന്നിട്ടില്ല. ഇല്ല, അപ്പൊ കഴിഞ്ഞൊരു വർഷമായിട്ട് ഞാൻ എവിടെ മൈക്ക് കിട്ടിയാലും അപ്പൊ ആദ്യം ചെയ്യുന്നത് ലൂസ് അടിക്കടാ എന്ന് പറയില്ല. ഇവിടെയും അത് പറഞ്ഞുകൊണ്ട് ഇതോടുകൂടി ഈ ലൂസ് അടിക്കൊരു അവസാനം ഞാൻ അതെ ഇതോടുകൂടി ഇത് അവസാനത്തെ ലൂസ് അടിയാണല്ല, അത് പറഞ്ഞിട്ടാ. ഇല്ല, എല്ലാരും കൈയടിക്കണേ. ഇത് അവസാനത്തെ ലൂസ് അടിയാ, അതുകൊണ്ടാ ലൂസ് അടിക്കടാ. ആക്ച്വലി ഈ ഒരു ദിവസം ഈ പടത്തിന്റെ സ്ക്രിപ്റ്റ് വായിച്ച ദിവസം തുടങ്ങി നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന, ശരിക്കും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചൊരു ദിവസമായിരുന്നു. അത് ശരിക്കും സാക്ഷാത്കരിച്ചു. താങ്ക് യു സോ മച്ച് ചിതു, സൗബി. ഇങ്ങനത്തെ ഒരു സിനിമ നിങ്ങൾ ആസ് എ പ്രേക്ഷകൻ എന്ന രീതിയിൽ മലയാള സിനിമയ്ക്ക് തന്നതിൽ, ആസ് എ ആക്ടർ ഞങ്ങൾക്ക് അഭിനയിക്കാനൊരു അവസരം കൂടി കിട്ടിയതിൽ താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ഒരുപാട് സിനിമകൾ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റട്ടെ, കലക്കാൻ പറ്റട്ടെ. താങ്ക് യു. താങ്ക് യു. No, really, ശരിക്കും thank you, Kamal sir, for coming here and blessing all of us. This film is എന്താ പറയുക, ഒരു മിറക്കിളാണ്. അപ്പോൾ ബേസിക്കലി like how you said, it must have been a pain അല്ലേ to have me. But I had all of them around me to, basically show me the ropes, literally. So thank you, and yeah, God bless you all. No, but honestly, I think the casting of this film, നിങ്ങൾ ഓരോ ക്യാരക്ടേഴ്സും you've done such a spectacular job. ഈ 11 മഞ്ഞുമൽ ബോയ്സ് ആയിട്ട് എത്തിയതിൽ സുഭാഷ് was written for you. You did your absolute best, and ആ പ്രേക്ഷകർ ഇതിന് ഇത്രയും വലിയ അംഗീകാരം നൽകിയതും അതുകൊണ്ടാണ്. It doesn't matter personal life, you do you, man, do you. ഇല്ല. Okay, take it. I was speaking to Srirag, I don't know whether I should say this. So I was like, അതുകൊണ്ടാണോ ബാസിനെ കൊക്കയിലേക്ക് തള്ളിയിട്ടത്? ഇത്രയും പേരിൽ anybody could have gone in, they dropped you because to reduce the challenge. No, nothing like that. I guess it's because I went inside, Saudi came to save, so that doubtful if someone else went. No, nothing like that. I was just available. It's a God's blessing that we all get to make these films. അപ്പോൾ അങ്ങനെ എന്താ പറയുക, എനിക്ക് അങ്ങനെ ഒരിക്കലും പറഞ്ഞ പോലെ ഇറ്റ് ഡസന്റ് റിയലി മാറ്റർ. ശരിക്കും ദൈവത്തിന്റെ ബ്ലെസ്സിംഗ് ആണ് ഇങ്ങനത്തെ ഒരു അവസരത്തിൽ എല്ലാവർക്കും ഒരുമിച്ച് വരാൻ പറ്റിയതും ഒരുമിച്ച് ഇതുപോലെ ഒരു പടം ഉണ്ടാക്കാൻ പറ്റിയതും ബിയോണ്ട് എവറിത്തിങ്. സോ ബാക്കിയുള്ള ഹ്യൂമൻ സെമാന്റിക്സ് അല്ലേ. താങ്ക് യു, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു കാണുമ്പോൾ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഇതിപ്പോൾ ഒരു വർഷം നമ്മൾ 22-ാം തീയതി പടം ഇറങ്ങി അതിൻ്റെ സെയിം ഡേറ്റ് തന്നെ അതിന് മുമ്പും ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കുറേ കാര്യങ്ങൾ അത് നീണ്ടു പോയി. എല്ലാവരും അവൈലബിലിറ്റി കാര്യങ്ങളൊക്കെ എപ്പോഴാണ് വന്നത്. പിന്നെ വലിയൊരു ഫംഗ്ഷൻ നടത്തുന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കാരണം ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ വരെ എത്തിച്ചത്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. പിന്നെ കുറേ എന്താ പറയുക സന്തോഷങ്ങളും സങ്കടങ്ങളും നിറച്ചു തന്ന ഒരു മൂവി കൂടിയാണ് എനിക്ക് ജീവിതത്തിൽ. ഒരിക്കലും മറക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. നല്ലതും ചീത്തവുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്തെന്നാലും അതിൻ്റെ മേലിൽ എപ്പോഴും നന്മയുണ്ടാവും തോന്നിയുകൊണ്ട് മാത്രം ഈ മഞ്ഞുമൽ ബോയ്സ് ഇപ്പോഴും നമ്മളെ കേരളത്തിലെ ഏറ്റവും നല്ല ചിത്രമായിട്ട് ഇങ്ങനെ നിൽക്കുന്നതിൽ വളരെയധികം സന്തോഷം. എല്ലാത്തിൻ്റെ മേലിലും ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ ഇപ്പോൾ ജീവിക്കുന്നത്. പിന്നെ വാപ്പ, ബാബു ഷാഹിർ, ഡാഡി, മമ്മി,
വൈഫ് ജാമിയ, സോയി, ഒറാൻ എല്ലാവരും ആ സമയത്ത് എൻ്റെ കൂടെ നല്ല ഒരു എന്താ പറയുക പ്രാർത്ഥനയോട് കൂടുന്നത് മാത്രം ഈ പടം എൻ്റെ എന്താ പറയുക സുഹൃത്തുക്കളുടെ ഫാമിലി എല്ലാവരും കൂടി നല്ല രീതിയിൽ കൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് റൂമിലെത്തിയത്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. വളരെ സന്തോഷം. കുറെ കാലമായിട്ട് സിനിമയിലുണ്ടെങ്കിൽ പോലും ജീവിതത്തില് മാറ്റിമറിച്ച ഒരു സിനിമ എന്ന് പറയാം. വളരെ സന്തോഷം. ഒരു ആർട്ട് ഡയറക്ടർക്ക് ശരിക്ക് അവർക്ക് ചെയ്യുന്ന ഒരു വർക്കാണ് ശരിക്കും ഇത്. കുറെ വർക്ക് ചെയ്തിട്ട് കാര്യമില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ ജീവിതത്തില്. എനിക്ക് അങ്ങനെ തോന്നി. ഇപ്പൊ ഇന്നലെ ഇറങ്ങിയ ഒരു മേക്കിംഗ് വീഡിയോ കൂടി വന്നപ്പോൾ ശരിക്കും അത് എനിക്കുള്ള ഒരു മൊമെന്റുമാരി, അവാർഡുകൾക്ക് അപ്പുറത്തുള്ള ഒരു സാധനമാണ്. പിന്നെ അത്രയും ആളുകൾ നമ്മളത് നമ്മുടെ വർക്കിനെ തിരിച്ചറിയുന്നുണ്ട്. അത് വളരെ സന്തോഷം. ഇനിയും മലയാളത്തിൽ ഇങ്ങനെ ആർട്ട് ഡയറക്ടറുടെ വർക്കുകളൊക്കെ അറിയാൻ സാധിക്കട്ടെ എന്ന് പറയുന്നു. അതിലത്തെ ഒരു പാർട്ടാണ് ഞാൻ. എന്തായാലും വളരെ സന്തോഷം. ചിദംബരം, സൗബിൻ, എൻ്റെ പ്രിയപ്പെട്ട ആളുകൾ, ഷൈജുക്ക, സുഷി, ഞങ്ങളങ്ങനെ എനിക്ക് പറയാൻ അറിയില്ല. എന്തായാലും വലിയൊരു ഇതിലേക്ക് ഒപ്പം ഞാൻ നിന്നതിന് വളരെ സന്തോഷം. താങ്ക് യു. കാസ്റ്റിംഗ് ഡയറക്ടർ കൂടിയാണ് നമ്മളുടെ ചിത്രത്തിൽ. അപ്പൊ ഇത് കാസ്റ്റിംഗ് ഡയറക്ഷന് വേണ്ടി സംസാരിക്കണം. ഗണപതി സംസാരിക്കാതെ പറ്റില്ല അല്ലെ? ഇങ്ങനോട്ട് പോരുന്നത് ഇതിന്റെ ആക്ടിംഗ് ആണോ കാസ്റ്റിംഗ് ആണോ? ഇത് ആക്ടിംഗ്. രണ്ടെണ്ണം കിട്ടി. വളരെ സന്തോഷം. താങ്ക് യു കമൽ സർ. മഞ്ഞുമൽ എന്ന ജേണി ആക്ച്വലി ഒരു പ്രീ പ്രൊഡക്ഷൻ തുടങ്ങി റിലീസ് വരെ എനിക്ക് തോന്നുന്നു 2 വർഷത്തൊരു ജേണി ആയിരുന്നു നമ്മുടെ. റിലീസ് വരെ 3 അല്ലേ? അപ്പം സോ സ്പെഷ്യൽ. ഇതിൻ്റെ അകത്തും പുറത്തും എല്ലായിടത്തും പ്രവർത്തിച്ച എല്ലാ ആൾക്കാർക്കും വളരെ നന്ദി. നിങ്ങളുടെ പാഷൻ ലവാണ് ഈ സിനിമ ഉണ്ടാക്കിയത്. ഇറ്റ്സ് വെരി പേഴ്സണൽ. താങ്ക് യു everyone. ഐ തിങ്ക് ഈ സിനിമയുടെ ഒരു പൾസ് പ്രേക്ഷകരുടെ അടുത്ത് എത്തിക്കാൻ സുഷീന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതുപോലെ പാട്ടുകളും സഹായിച്ചു. യു ആർ വൺ ഓഫ് ദ ഫേസസ് ഓഫ് ദ മൂവി മഞ്ഞുമൽ ബോയ്സ്. എന്റെ തോന്നുന്നത് when you're celebrating the biggest blockbuster Malayalam film of all time. Feeling so good. Happy to be here. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഈ പരിപാടി നടത്തിയ സൗബിന് ഇരിക്കട്ടെ. അപ്പം എനിക്ക് പ്രൊമോഷനുള്ളൊരു അവാർഡും കൂടെ തരണം, കാരണം ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലേ. അപ്പം താങ്ക് യു കമൽ സർ. സോ ഹാപ്പി ടു ബി ഹിയർ. താങ്ക് യു ചിതു. ചിതുവിന് നന്ദി പറഞ്ഞില്ലെങ്കിൽ പിന്നെ വെറുതെ. ചിദംബരം പ്ലീസ് കം. എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് ചിദംബരത്തിന്റെ അവാർഡിന് വേണ്ടിയിട്ടാണ്. ഇറ്റ്സ് എ ഗ്രേറ്റ് മൊമെന്റ്. ഓക്കെ. Yes, ladies and gentlemen, മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ ഈ സിനിമ രചന മുതൽ സംവിധാനം വരെ അതിന്റെ തുടക്കം മുതൽ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്ന നിലയിൽ നിങ്ങൾ എല്ലാവരെയും ഇത്രയും വർഷം ഒരുമിച്ച് കൊണ്ടുപോയി ഇപ്പോൾ ഇതാ അതിന്റെ 1 year സെലിബ്രേഷൻ നീണ്ടു നിൽക്കുന്നു. Let's give it up for the director of മഞ്ഞുമൽ ബോയ്സ്, ചിദംബരം. Congratulations. This is your moment. This was your dream. It was one hell of a dream. The highest grossing film in Malayalam cinema. The benchmark which makes this amazing for you. Thank you. First of all, thank you Kamal sir, thank you Rajni, and thank everyone for being here. എല്ലാവരും പറഞ്ഞ പോലെ സിനിമ ഒരു നീണ്ട ഒരു യാത്രയായിരുന്നു ഇത്. 2022 നമ്മൾ എഴുത്തു തുടങ്ങി, 23 ഷൂട്ട് തുടങ്ങി, 24 റിലീസ് ചെയ്തു, ഇതാ 25 ട്രോഫി കൊടുക്കുന്നു. സോ ഇതില് ഫസ്റ്റ് എനിക്ക് നന്ദി പറയാനുള്ളത് പ്രേക്ഷകരോടാണ്. സോ ഇത്രയും ഒരു സുഹൃത്ത് ബന്ധത്തിന്റെ കഥ ഭയങ്കര സാധാരണ രീതിയിൽ ഞാൻ അവർ അനുഭവിച്ചത് അത് ഒട്ടും ചോരാതെ സ്ക്രീനിൽ കാണിക്കാൻ ശ്രമിച്ചു. അത്രേ ഞാൻ ഇതിൽ ചെയ്തിട്ടുള്ളൂ. അപ്പം ആ സിനിമ അവരുടെ സുഹൃത്ത് ബന്ധം ഏറ്റെടുത്ത് അത് വിജയമായ പ്രേക്ഷകർക്ക് ആദ്യം നന്ദി. ദെൻ സെക്കൻഡ് മൈ പ്രൊഡ്യൂസർ. ഒരു ഭ്രാന്തനായ പ്രൊഡ്യൂസറെ കിട്ടിയാൽ എനിക്ക് വളരെ നന്ദിയുണ്ട്, അല്ലെങ്കിൽ ഇതുണ്ടാക്കാൻ പറ്റില്ല. ബിക്കോസ് ഞാൻ സൗബിക ആ സീൻ അത് കുറച്ച് ചിലവാകും, അത് വേണം എന്ന് ചോദിക്കുമ്പം അത് എന്തായാലും അത് വേണം എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസറാണ്. ഒന്നും കുറയ്ക്കാൻ പറഞ്ഞിട്ടില്ല, എല്ലാം കൂട്ടാനേ പറഞ്ഞിട്ടുള്ളൂ. സോ താങ്ക് യു ഫോർ ദാറ്റ് സൗബിൻ, ഷോൺ ആൻഡ് ബാബു ഷായർ. ആൻഡ് ഇറ്റ്സ് ലൈക്ക് ഫാമിലി ഓൺലി. ജാമിയ ഇസ് എ ഗുഡ് ഫ്രണ്ട് ആൻഡ് ബാസി ആൻഡ് എവ്രി വൺ ഈസ് ഫാമിലി സോഷ്യൽ. സോ എനിക്ക് ഇതിൽ ഏറ്റവും പ്രൗഡായിട്ടുള്ളത്
I made this movie with my friends and family and all the boys who have acted as Manjumal boys in the film. Thank you for bearing me and thank you for standing with me. Sushil, my cinematographer and editor, every department. Sorry if I miss anyone and the production design. And എല്ലാവർക്കും നന്ദി പറയേണ്ട ആവശ്യമുണ്ടെന്ന് അറിയില്ല because I know they will deliver and they have delivered and thank you. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.